വെൽക്കം ടു അനദർ ഇൻഫോർമേറ്റീവ് വീഡിയോ ഓഫ് ഹയാത്ത് ഓഫ് മീ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ലാബ് റെക്കോർഡ് സീരീസിൻ്റെ പാർട്ട് 3 ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് കെമിസ്ട്രിയുടെ റെക്കോർഡ് എഴുതാമെന്നുള്ളതാണ്. അപ്പം ആദ്യം തന്നെ വരുന്നൊരു ഹെഡിങ് എന്ന് പറയുന്നത് ബേസിക് ലബോറട്ടറി അപ്പാരറ്റസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിന് താഴെ നമ്മൾ ലാബിലുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ ചെയ്യുന്നുള്ളത്. അപ്പം എങ്ങനെയാണോ മാനുവലിൽ തന്നിട്ടുള്ളത് അതേപടി എഴുതുക. ആൻഡ് അവരുടെ ചിത്രങ്ങൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ, അതായത് എഴുതേണ്ടത് ഈ ഒരു നമുക്ക് റോസ് ഉള്ള പേജിലാണ് എഴുതേണ്ടത്. ആൻഡ് ഒന്നുമില്ലാത്ത ബ്ലാങ്കായി കിടക്കുന്ന പേജിൽ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന ചിത്രങ്ങളും വരയ്ക്കുക. രണ്ടാമത്തെ വരുന്ന ഹെഡിങ് ആണ് ഫിസിക്കൽ കെമിസ്ട്രി എക്സ്പെരിമെൻറ്റ്. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ എഴുതുക. ആൻഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചിത്രങ്ങൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്ക് വരുന്നത് വോളിയോമെട്രിക് അനാലിസിസ് ആണ്. അപ്പോൾ നമ്മുടെ മാനുവലിൽ തന്നിട്ടുള്ള ഈ ഒരു വോളിയോമെട്രിക് അനാലിസിസ് എന്നുള്ളതിന് താഴെ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപടി ആദ്യം അച്ചടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്ന വോളിയോമെട്രിയുടെയും എഴുതേണ്ടത് കേട്ടോ. അപ്പം അത് എഴുതുന്ന സമയത്ത് നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിൽ അതിൻ്റെ എയിം, പ്രൊസീജിയർ, റിസൾട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ഇതിനാവശ്യമായിട്ടുള്ള കാൽക്കുലേഷൻസുമാണ് എഴുതേണ്ടത്. വോളിയോമെട്രി എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് പെർമാഗ്നോമെട്രിയും എഴുതേണ്ടത്. ഇനി നമ്മുടെ ലാബ് മാനുവലിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണോ മാനുവലിൽ തന്നിട്ടുള്ളത് അത് അതേപടി തന്നെ നമ്മൾ നമ്മുടെ റെക്കോർഡിലേക്കും എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സാൾട്ട് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് കടക്കേണ്ടത്. അപ്പം ഈ ഒരു സാൾട്ട് അനാലിസിസും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് അനാലിസിസും ഒക്കെ നമ്മൾ എഴുതുന്നത് നമ്മുടെ ഈ ഒരു റെക്കോർഡിനെ 3 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുള്ള പേജുകൾ കുറച്ച് റെക്കോർഡിൻ്റെ ബാക്കിൽ കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. ഇനി ഓരോ സാൾട്ടും നമ്മൾ എങ്ങനെ എഴുതുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടില്ല ഇത് നമ്മുടെ സാൾട്ട്, നമ്മൾ ഒന്നാമത്തെ സാൾട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സാൾട്ട് നമ്പർ എന്നിട്ടിട്ട് 1 എന്നിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാണ് ആ ഒരു ലാബ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഡേറ്റും കൂടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. പ്രിലിമിനറി ടെസ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആനയോണ്, കൺഫർമേഷൻ ഓഫ് ആനയോൺസ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആനയോൺ ആരാണ് എന്നുള്ളത് ദ ഗിവൺ ആനയോൺ ഈസ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് ആരാണോ എന്നുള്ളത് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാറ്റയോൺസിലേക്ക് കിടക്കുക, അത് കണ്ടെത്തുക. എന്നിട്ട് കൺഫോമേറ്ററി ടെസ്റ്റും കൂടെ എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ട് ദ ഗിവൺ കാറ്റയോൺ എന്നിട്ട് ആരാണോ കിട്ടിയിട്ടുള്ളത് അത് എഴുതി കൊടുക്കുക. ലാസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം ദ ഗിവൺ സാൾട്ടീസ് ഏതാണോ എന്നുള്ളത് കാറ്റയോണും ആനയോണും കൂടെ യോജിപ്പിച്ചിട്ട് എഴുതാം. പിന്നീട് ലാസ്റ്റായിട്ട് ഞങ്ങളോട് ഓർഗാനിക് കെമിസ്ട്രി അനാലിസിസ് എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെ മാനുവലിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എഴുതാൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് എങ്ങനെയാണ് എഴുതാൻ പറയുന്നത് അതിനനുസരിച്ച് എഴുതാട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലാബ് മാനുവലിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് തന്നിട്ടുള്ള ലാബ് മാനുവൽ എങ്ങനെയാണോ അതിനനുസരിച്ച് എഴുതുക. അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ സാൾട്ട് അനാലിസിസ് ഒക്കെ ഒരു ഒബ്സർവേഷൻ നോട്ട് ഉണ്ടായിരുന്നു, അതിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ശേഷമാണ് റെക്കോർഡിലേക്ക് മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത്.